എന്നാലും അച്ഛനൊരു സമ്മാനം നൽകിക്കൊണ്ടാണ് ലിജു അച്ഛൻ പോകുന്നത്. അച്ഛന് നേരിട്ട ബുദ്ധിമുട്ടുകളൊക്കെ അച്ഛൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഇനിയും വരുന്നൊരു പട്ടക്കാരൻ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടരുത്. എവിടുന്ന് വന്നാലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇവിടെയൊക്കെ നിയോഗിച്ചിരിക്കുന്ന ഒരു അച്ഛന് വിദേശത്ത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു അച്ഛനും ഇവിടെ വന്നാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ഇപ്പോഴത്തെ സ്ഥലം മാറി പോകുന്ന അച്ഛൻ്റെ കാലയളവിൽ അത് ഭംഗിയായി ചെയ്യുമ്പോൾ അച്ഛൻ്റെ നല്ലൊരു മനസ്സ്, നിങ്ങളുടെ നല്ല മനസ്സ്, അതൊക്കെ ഞാൻ സന്തോഷത്തോടെയൊക്കെ ഓർക്കുകയാണ്. ഇതിന് വലിയ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദേവാലയമാകട്ടെ പാഴ്സനേജാകട്ടെ ഒക്കെ പണിത് പൂർത്തിയാക്കുമ്പോൾ ലക്ഷ്യം ഒന്നാണ്. എന്താണ്? നല്ല ക്രിസ്ത്യൻ വിറ്റ്നസ്. ഇവിടെ വരുന്ന അച്ഛന്മാരിവിടെ പാർത്തുകൊണ്ട് നല്ല ഇടയ ശുശ്രൂഷ നൽകണം. ജനങ്ങളെ സ്നേഹിക്കണം. ജാതിമത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും അത്താണിയും ആശ്രയമാകുന്ന ഒരിടമാണ് വൈദിക മന്ദിരം. ദി ഹൗസ് ഓഫ് ദ പാരിഷ് എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്തെ എല്ലാവർക്കും പ്രതീക്ഷ വെക്കാവുന്ന ഒരിടമായിരിക്കണം വൈദിക മന്ദിരം. വൈദികനെ പണ്ടൊക്കെ പറഞ്ഞ് ദേശത്ത് പട്ടക്കാരന്, ഇപ്പോഴൊക്കെ വന്ന അമർത്തോമാലെ അച്ഛനെ, യാക്കോബാലെ അച്ഛൻ, സീസയിലെ അച്ഛൻ എന്നൊക്കെ പറയുന്നു. പണ്ടൊരു പട്ടക്കാരൻ ഒരിടത്തുണ്ടെങ്കിൽ ദേശത്ത് പട്ടക്കാരനാണ്. എൻ്റെ രീതിയിൽ ആ ഒരു ഭാവം ഈ ദേശത്തിന് കൊടുക്കാൻ കഴിയണം. ഇവിടെയുള്ള എല്ലാവർക്കും ഈ വൈദിക മന്ദിരം എന്ന് പറയുന്നത്, ഇവിടെ താമസിക്കുന്ന പട്ടക്കാരൻ എല്ലാവർക്കും പ്രതീക്ഷ വെക്കാവുന്ന ഒരിടം വൈദിക മന്ദിരം. അതുകൊണ്ട് അച്ഛന്മാരുടെ ശുശ്രൂഷ അനുഗ്രഹമാക്കുവാൻ ഈ സൗകര്യങ്ങളൊക്കെ മുഖാന്തരമായി തീരട്ടെ. ദേവാലയം മനോഹരമായിരിക്കുന്നു, ഇതെല്ലാം മനോഹരമായിരിക്കും. ഈ ദേശത്ത് അനുഗ്രഹീതമായ ക്രിസ്തീയ സാക്ഷ്യം നിറവേറ്റാൻ ഈ ഇടവയിലൂടെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വിചാരിക്കുകയായിരുന്നു 10 മാസങ്ങൾ മനോഹരമായി ഈ പഴസനെയൊക്കെ പൂർത്തിയാകും. 60 വർഷം പിന്നിട്ട് ഞാൻ താമസിക്കുന്ന വീടൊന്ന് പണിത് നോക്കാൻ നോക്കിയിട്ട് ഒട്ടും ഒക്കുന്നില്ല. നിങ്ങളെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താണെന്ന് എൻ്റെ വിചാരം. 60 വർഷമായ ബഥേലിലെ ഞാൻ താമസിക്കുന്നതിൻ്റെ വീട് 60 വർഷം പഴക്കമാണ്. ഒന്ന് പുതിയാക്കി തരണമെന്നുണ്ടെങ്കിൽ ഇനി അണക്കരക്കാരുടെ അടുത്തോട്ട് വന്നാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മിക്കവാറും നല്ലൊരു മാതൃക നിങ്ങൾ കാട്ടി തന്നിരിക്കുക. മിക്കവാറും നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുമുണ്ട്. ഞാൻ മനസ്സൊക്കെ മടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ എന്നെ സമീപിച്ചാൽ അരവനെയും ഭംഗിയായിട്ട് പണിത് തരുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപ. നിങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തുടർന്നും സഹകരിച്ചൊക്കെ പ്രവർത്തിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നപ്പോൾ ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ എല്ലാ സാന്നിധ്യം, ഹൈറേഞ്ച് മേഖലയൊക്കെ ഒരു വെല്ലുവിളിയാണ്. ഞാൻ പോയി കാണുമ്പോൾ